രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെഡിക്കൽ രേഖ അട്ടിമറിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ആവശ്യപ്പെട്ടു. ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ച് ഉണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചതുപോലുള്ള സമരം തുടരുകയാണ്. കണ്ണൂരിൽ ഇപ്പോൾ സംഘർഷത്തിലേക്ക് വഴിവെക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? മറ്റു വിശദാംശങ്ങൾ എന്താണ്? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇന്ന് വൈകിട്ട് ഉള്ള മാർച്ച് എപ്പോഴാകും തുടങ്ങുക അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ? സംസ്ഥാന വ്യാപകമായി മാരത്തൺ അടിസ്ഥാനത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചികിത്സ സംബന്ധിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ രാഹുൽ തീർച്ചയായും നേരത്തെ തന്നെ അബിൻ വർക്കി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. കാരണം ഈ മെഡിക്കൽ രേഖ വ്യാജമായി നിർമ്മിച്ചതാണ്. അത് VD സതീശൻ അതിനെ വെല്ലുവിളിക്കുന്നു. അതിനെ തുടർന്നാണ് അബിൻ വർക്കിയും രംഗത്തെത്തുന്നത്. സൂര്യഗായത്രി, ഞാൻ എത്താം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കണ്ണൂരിൽ നടക്കുന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളിലേക്കും വാർത്തകളിലേക്കും ഒന്ന് പോകേണ്ടതുണ്ട്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. നേരത്തെ നാം കണ്ടതാണത്. കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുകയാണ്. അമൽനാഥ്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടോ? എന്തൊക്കെയായിരുന്നു സംഘർഷത്തിന് നിദാനമായ കാരണങ്ങൾ? അജിംഷാദ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 100-ന് മുകളിൽ പ്രവർത്തകരുമായിരുന്നു യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മുദ്രാവാക്യം വിളികളുമായി കളക്ടറേറ്റ് മുന്നിലേക്ക് എത്തിയ പ്രവർത്തകർ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുമായി സംഘർഷത്തിലേക്ക് ഏർപ്പെടുകയായിരുന്നു. ഈ ഒരു പ്രതിഷേധം ഉന്തും തണ്ടിലേക്ക് പോവുകയും, എന്നാൽ ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാരെ തടഞ്ഞു നിർത്താനുള്ള എല്ലാ സന്നാഹങ്ങളുമായിരുന്നു പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡുകൾ അടക്കം നിരത്തി വെച്ചുകൊണ്ട് തന്നെയായിരുന്നു സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ബാരിക്കേഡുകൾ തള്ളി മാറ്റിക്കൊണ്ട്, ഒപ്പം തന്നെ കളക്ടറേറ്റിന്റെ മതിലിന് മുകളിലൂടെ അടക്കം ഈ കളക്ടറേറ്റിനകത്തേക്ക് കടക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് പോയ സാഹചര്യത്തിൽ ഇവിടെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. ഏകദേശം 3 വട്ടത്തോളം പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു. വീണ്ടും മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പോലീസിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും, ഒപ്പം തന്നെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജിൽ അടക്കമുള്ള നേതാക്കളായിരുന്നു. ഇത്തരത്തിൽ സംഭവ സ്ഥലത്ത്, അതായത് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നിലവിൽ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലുള്ളത്. അജിംഷാദ്. തീർച്ചയായും അമൽനാഥ് പാടിച്ചാൽ, ആരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു ഈ മാർച്ച്? കാരണം നേരത്തെ തന്നെ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ തുടർന്നു വരുന്ന മാർച്ചുകളൊക്കെ അത്തരത്തിൽ സംഘർഷത്തിലേക്കും ജലപീരങ്കി പ്രയോഗിക്കുന്നതിലേക്കും ഒക്കെയാണ് യൂത്ത് കോൺഗ്രസ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ കണ്ണൂരിലെ കാര്യങ്ങളെയും കാണണം. എന്തൊക്കെയാണ് ഈ ജലപീരങ്കി പ്രയോഗിച്ചു? ഏതെങ്കിലും നേതാക്കന്മാർക്ക് പരിക്കുണ്ടോ? അതടക്കമുള്ള വിശദാംശങ്ങൾ. ഒപ്പം ഈ സമരക്കാരെ മുഴുവനായി അവിടെ നിന്നും നീക്കാനായിട്ടുണ്ടോ പോലീസിന്? അമൽനാഥ്. അജിംഷാദ്, ഇപ്പോൾ സമരക്കാരെ ഇവിടെ നിന്ന് നീക്കാൻ വേണ്ടി പോലീസിന് പൂർണ്ണമായും സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ സംഭവം അക്രമാസക്തമാകുമെന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനും, ഒപ്പം തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വിജിൽ അടക്കമുള്ള നേതാക്കളായിരുന്നു. ഈ നേതാക്കളുടെ നേതൃത്വത്തിലാണ് നിലവിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ശക്തമായിരുന്ന ഒരു മാർച്ച് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കളക്ടറേറ്റിന് മുന്നിലേക്ക് എത്തുകയും ഇവർ മുദ്രാവാക്യം വിളികളിലേക്ക് കടക്കുകയുമായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ പോലീസിന് നേരെ പ്രതിഷേധക്കാർ തിരിയുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത്തരത്തിൽ പോലീസിനെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ പോലീസ് ഒരുക്കി വെച്ച ബാരിക്കേഡ് മറികടന്നുകൊണ്ട് കളക്ടറേറ്റിനകത്തേക്ക് കടക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സന്നാഹങ്ങളും ഉണ്ടായിരുന്നു. പ്രവർത്തകരെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുവാൻ വേണ്ടി പോലീസിന് സാധിച്ചിരുന്നു. എങ്കിലും കുറെ സമയത്തേക്ക് ഇത്തരത്തിൽ പോലീസുമായി ഉന്തും തള്ളിലേക്കും എത്തിയതോടുകൂടി പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. ആദ്യ വട്ടം ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകർ പിരിഞ്ഞു പോയെങ്കിലും പിന്നീട് വീണ്ടും മുദ്രാവാക്യം വിളികളുമായി ഇവിടേക്ക് എത്തുകയായിരുന്നു. ഏകദേശം 3 തവണയാണ് ഇത്തരത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ഇവിടെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. നിലവിൽ പ്രവർത്തകരെ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അജിംഷ.
തീർച്ചയായും പ്രകോപനം ആദ്യം ഉണ്ടായത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് അല്ലേ? തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടായിരുന്നത്. മുദ്രാവാക്യം വിളികളുമായി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുമായി പ്രതിഷേധിച്ച് നടന്ന ഈ ഒരു പ്രകടനത്തിൽ മുദ്രാവാക്യം വിളികളുമായി ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംഭവ സ്ഥലത്തേക്ക് കളക്ടറേറ്റിലേക്ക് എത്തുകയും അവിടെ നിന്ന് പോലീസുകാർക്കെതിരെ ഇവർ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായിരുന്നത്. അതിനെ ചെറുക്കുവാനുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതാണ് പിന്നീട് ഉന്തും തള്ളിലേക്കും മാറിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം സംഘർഷത്തിലേക്കും അത് നീങ്ങുകയുണ്ടായി. നിലവിൽ ഇപ്പോഴും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പോലീസ് ജലപീരങ്കി അടക്കം ഉപയോഗിച്ചിട്ടുണ്ട്. നിരവധി പ്രവർത്തകർ കൂടി എത്തിയിട്ടുണ്ട് എന്നതും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം 100-ന് മുകളിൽ പ്രവർത്തകരായിരുന്നു ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോഴും ഇവിടെ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപകമായി യൂത്ത് കോൺഗ്രസ് നടത്തിവരുന്ന സമരങ്ങളുടെ ഭാഗമായി തന്നെയാണ് കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചാണ് സംഘർഷത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഒരു സമാധാനപരമായി പുരോഗമിച്ച പ്രതിഷേധം ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ഒരു പ്രകോപനവുമില്ലാതെ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അതിനെ തുടർന്ന് പോലീസുകാർക്ക് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. തുടർന്ന് പ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. പോലീസ് സംഘർഷ അവസ്ഥയ്ക്ക് നേരിയ തോതിൽ അയവുണ്ടായെങ്കിലും പൂർണ്ണമായും സംഘർഷാവസ്ഥയ്ക്ക് അയവില്ല എന്ന് തന്നെയാണ് ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത്.